ഹല്ലേലൂയ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. ഞാൻ വീണ്ടും മാടവന ഇടവയെക്കുറിച്ചും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുകയും ധ്യാനിക്കുകയും കർത്താവിൻ്റെ വചനം ഇതിനെക്കുറിച്ചൊക്കെ എന്തു പറയുന്നു എന്നതിനെപ്പറ്റി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ കൂടുതൽ പഠിച്ചപ്പോൾ കർത്താവായ ദൈവം സർവശക്തനായ യേശു ക്രിസ്തു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് നീ കണ്ടുപിടിച്ച് വായിച്ചതിൻ്റെ അർത്ഥം നോക്കി അതിനെക്കുറിച്ച് ഒന്നും കൂടെ പ്രാർത്ഥിച്ച് പറയണം എന്ന് ഈശോ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസിയ പ്രവാചകന്റെ പുസ്തകം തുറന്ന് എടുത്ത് വായിച്ചപ്പോൾ ഞാൻ ഒരിക്കലും വായിച്ചു പോയൊരു ഓർമ്മ വെച്ച് വായിച്ചു. ഏതോ ഭാഗത്തുണ്ടല്ലോ വിചാരിച്ച് നോക്കുമ്പോൾ കിട്ടിയ ഭാഗം ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനമാണ്. എന്തുകൊണ്ടാണ് മാടവന ഇടവകയെ കർത്താവ് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്നത്? ആ അച്ഛനെ എന്തുകൊണ്ടാണ് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പ്രചോദിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ പെൺകുഞ്ഞിലൂടെ കർത്താവ് സംസാരിക്കുന്നത്? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യകത? എന്താണ് ഇതിൻ്റെ ആവശ്യം? കർത്താവിന് ശാന്തമായിട്ട് സ്വർഗത്തിൽ ഇരുന്നാൽ പോരെ? ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊള്ളുകയില്ലേ? പ്രത്യേകിച്ച് ഇഷ്ടം പോലെ പൈസയുണ്ട്, സമ്പത്തുണ്ട്, വണ്ടിയുണ്ട്, വീടുണ്ട്, സുഖസൗകര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ മാന്യമായിട്ട് സുഖമായിട്ട് ജീവിച്ചു വരുമ്പോഴാണ് ഒരു വല്ലാത്ത ഇടപെടൽ ദൈവത്തിൻ്റെ ഉണ്ടാകുന്നത്. എന്തിനാ ദൈവമേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? അങ്ങേക്ക് അവിടെ എങ്ങാനും ഇരുന്നാൽ പോരെ എന്നൊരു ചിന്ത മനുഷ്യൽ വരുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുകയാണ്, എവിടെയാണ് മനുഷ്യന് തെറ്റുപറ്റിയത്? ദൈവം ഇതെല്ലാം സ്വർഗത്തിലിരുന്ന് കാണുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്നിറങ്ങി ഭൂമിയിൽ മനുഷ്യൻ്റെ ഇടയിൽ വന്ന് വസിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് ആണെങ്കിൽ ആ പരിശുദ്ധാത്മാവിലൂടെ, അതായത് എല്ലാ അശുദ്ധിയിൽ നിന്നും വിമോചനം നേടിയ ഒരു വ്യക്തിയുടെ ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ എല്ലാ അസ്വസ്ഥയും അശുദ്ധിയും അവിവേകവും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റി നീതിയും സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിനെയാണ് ദൈവാത്മാവുള്ള മനുഷ്യൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പോൾ ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പറയുകയാണ്, 19-ാം വചനം, നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും. അതാണ് ആ വചനം. ഒന്ന് നീതി. അത് യഥാർത്ഥത്തിൽ നീതി എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയെ മരണശേഷമോ ജീവിച്ചിരിക്കുമ്പോഴോ മരണശേഷമോ ദൈവത്തിൻ്റെ രണ്ടിലൊന്ന് വിധി, ഒന്ന് സ്വർഗത്തിലേക്ക്, ഒന്ന് മറ്റൊന്ന് പാതാളത്തിലേക്കുള്ള തള്ളിയിടൽ, ആ വേർതിരിക്കൽ പാതാളത്തിലേക്ക് വീഴാതെ അവനെ ദൈവിക പദ്ധതിയിൽ നിത്യജീവനെ പങ്കാളിയാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നീതി. അതിനെയാണ് നീതി എന്ന് പറയുന്നത്. അതായത് വിധിയിൽ വീഴരുത്. വിധിയിൽ വീണാൽ പാതാളത്തിലേക്ക് പോകാതെ ആ വിധി നല്ലതാണെന്ന് കണ്ട് എനിക്ക് കർത്താവ് എന്നോട് നീതിയും കരുണയും വർഷിച്ചിരിക്കുന്നു, അതിനെനിക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാം എന്നുള്ള വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് മാറത്തക്ക രീതിയിൽ ഉള്ളതിനെയാണ് നീതി എന്ന് പറയുന്നത്. ആ നീതി എല്ലാ ജീവിത രീതിയിലും വേണം. മറ്റൊന്ന് സത്യത്തിൽ. ഈ സത്യം എന്ന് പറയുന്നത്, ഭൂമിയിൽ യഥാർത്ഥത്തിൽ ഒരു സത്യം എന്ന് പറയുന്നത് എന്താണ്? അത് യേശുക്രിസ്തുവാണ്. കർത്താവ് പറയുന്നത്, യേശുക്രിസ്തു പറയുന്നത്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നാണ് യേശുനാഥൻ പറയുന്നത്, ക്രിസ്തു പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആ വചനത്തെ ആധാരമാക്കി നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഇവിടെ ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒന്ന് നീതി വേണം, രണ്ട് നമ്മുടെ സത്യമെന്ന് പറയുന്നത് യേശുവിൽ അധിഷ്ഠിതമായ ഒരു സത്യമാരിയാണ്. മറ്റൊന്നാണ് സ്നേഹം. ഈ സ്നേഹത്തിന് എന്താണ് പ്രശ്നം? ഇന്ന് നമുക്കറിയാം, ലവ് മാരേജിൻ്റെ കാലഘട്ടമാണ്. അതിൽ ലിവിങ് ടുഗറുകളുണ്ട്, പിന്നെ സുവർഗഭോഗങ്ങളുണ്ട്, വിവാഹങ്ങളുണ്ട്, ഡൈവേഴ്സ് ചെയ്തിട്ട് മറ്റുള്ള സ്ത്രീയും പുരുഷനും തമ്മിൽ സ്നേഹിച്ച് ജീവിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി സ്നേഹത്തിൻ്റെ വിവിധ മോഡലുകൾ, വിവാഹത്തിൻ്റെ തന്നെ വിവിധ മോഡലുകൾ, വിവിധ രീതിയിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും സ്നേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്നേഹവും ദൈവം അർത്ഥമാക്കുന്ന സ്നേഹവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇന്നത്തെ സ്നേഹത്തിന് പറയുന്ന പേരാണ് കപട സ്നേഹം അഥവാ കാപട്യം അഥവാ ഹൃദയ നിഷ്കളങ്കതയ്ക്ക് പകരം ഹൃദയ കാഠിന്യമുള്ള ഒരു സ്നേഹം.
അതായത് നമ്മൾ വിചാരിക്കും കാണുന്നതൊക്കെ എല്ലാവരുടെയും ഇടപെടൽ വളരെ സ്നേഹമാണ് നമ്മൾ വിശ്വസിക്കുമ്പോഴും, അല്ലെങ്കിൽ ഒരു സഭയിൽ നമുക്ക് കുറേ വൈദികരിൽ നിന്നോ മെത്രാനിൽ നിന്നൊക്കെ കിട്ടുന്ന സ്നേഹം, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കുറേ വചനപോഷം എടുത്ത് കിട്ടുന്ന സ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് സാമൂഹ്യ തലത്തിൽ നിന്ന് കിട്ടുന്ന മന്ത്രിമാരുടെയോ മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയോ ഒക്കെ സ്നേഹം, ഇതൊക്കെ നമുക്ക് ഏറ്റവും നല്ല സ്നേഹമാണെന്ന് കാഴ്ചയിൽ തോന്നും. ഇതെല്ലാം കാഴ്ചയിൽ തോന്നുമെങ്കിലും യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഒന്ന് വിവാഹത്തിൽ അധിഷ്ഠിതമായ സ്നേഹം, രണ്ട് കൗദാശിക തലങ്ങളിലെ വിശുദ്ധിയുടെ സ്നേഹം, മൂന്ന് ദൈവവചനത്തിൽ അടിസ്ഥാനമായ സ്നേഹം, നാല് പരിശുദ്ധാത്മ പ്രേരിതമായ സ്നേഹം. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള സ്നേഹമുണ്ട്. ഇതിനെല്ലാം അടിസ്ഥാനം യേശുക്രിസ്തു തന്ന സ്നേഹം നമ്മൾ സ്വാംശീകരിക്കുക, അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനിവിടെ കുറവ് വരുന്നു. പിന്നെയുള്ള കാരുണ്യം. ഞാൻ ബലിയല്ല കരുണയാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു വചനം അവിടെ വലിയ പ്രാധാന്യത്തോടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മുടെ ദേവാലയങ്ങളൊക്കെ ധാരാളം കുർബാനകൾ അർപ്പിക്കപ്പെടാറുണ്ട്. പക്ഷേ ഈ കുർബാന അർപ്പിക്കപ്പെടുന്ന ആ വൈദികനോ അല്ലെങ്കിൽ മെത്രാനൊക്കെ അടുത്ത് ചെന്ന് നമ്മളൊരു വലിയ കാര്യങ്ങൾ, ഒരു വിവാഹ സംബന്ധമായ ആവശ്യം നമ്മൾ പറയുമ്പോൾ, അപ്പോൾ അച്ഛന്മാർ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി വരുമ്പോൾ ആദ്യം റിപ്പോർട്ട് ബുക്ക് തുറന്ന് നോക്കിയിട്ട് കുടിശ്ശിക എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്തൊക്കെയൊക്കെ നോക്കിയിട്ട് ഒരു നമ്മൾ ക്ലിയർ ആണോ, ആളിൻ്റെ ഇടപാട് സാമ്പത്തിക മേഖലയൊക്കെ ക്ലിയർ ആണോ നോക്കിയിട്ടാണ് ആ വൈദികൻ്റെ പിന്നീടുള്ള ഇടപെടൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് കുറവുകളുണ്ടെങ്കിൽ പറയും നിങ്ങൾ ഇത്ര രൂപ അടയ്ക്കാനുണ്ട്, അതൊക്കെ അടച്ച് ക്ലിയർ ആക്കണം എന്നുകൂടി പറയും. അവിടെ എല്ലാത്തിൻ്റെയും ഒരു മാനദണ്ഡം വരുന്നത്, കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാരുണ്യം ലഭിക്കുന്നത്. അഥവാ അവരിൽ നിന്ന് നമുക്ക് അവകാശപ്പെട്ടത് ലഭിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയെല്ലാം ഈ പറഞ്ഞ ഒന്ന് നീതി, രണ്ട് സത്യം, മൂന്ന് സ്നേഹം, നാല് കാരുണ്യം, ഈ അടിസ്ഥാന ദൈവിക പദ്ധതിയിൽ നിന്ന് സഭ എന്ന് വ്യതിചലിച്ചോ, ഞാൻ എന്ന് വ്യതിചലിച്ചോ, നിങ്ങൾ എന്ന് വ്യതിചലിച്ചോ, രാഷ്ട്രം എന്ന് വ്യതിചലിച്ചോ, സഭ, സമൂഹം, ലോകം, രാഷ്ട്രം, തത്വസംഹിതകൾ എന്ന് വ്യതിചലിച്ചോ, അപ്പോൾ മുതലെല്ലാം കർത്താവ് തൻ്റെ അത്ഭുതങ്ങൾ ലോകത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ദൈവം തൻ്റെ കരുണയെയും സ്നേഹത്തെയും ജ്ഞാനത്തെയും വിവേകത്തെയും ലോകത്തിന് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവിക ഇടപെടലാണ് നമ്മൾ മാടവന ഇടവകയിൽ കണ്ടത്, കണ്ണൂർ ജില്ലയിലെ നിതിൻ എന്ന വാണിയപ്പാറയിൽ നിതിൻ്റെ ഭവനത്തിൽ കണ്ടത്. ചില വീടുകളിലെ രൂപങ്ങളിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നു, ചില വീടുകളിലെ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് രക്തം ഒഴുകുന്നു, ചിലയിടത്ത് തിരുവോസ്തി രക്തമായും മാംസകഷ്ണമായും മാറുന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. അത് കൂടുതൽ വിശദമായിട്ട് കർത്താവ് വീണ്ടും പറയുകയാണ്, വിശ്വസിച്ച് നിന്നെ ഞാൻ സ്വന്തമാക്കും, കർത്താവിനെ നീ അറിയും. അതാണ് പറയുന്നത്. കർത്താവായ ദൈവത്തെ മനുഷ്യൻ ചിന്തിക്കുന്നതിനും അറിയുന്നതിനും അന്വേഷിക്കുന്നതിനും പഠിക്കുന്നതിനും റിസർച്ച് നടത്തി ഇത് ശരിയോ തെറ്റോ, രക്തമോ മാംസമോ, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് അന്വേഷിക്കുന്നതിനും മനുഷ്യനെ ദൈവം ഇടവരുത്തും. കർത്താവിനെ നീ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ ആകാശത്തിന് ഉത്തരമരുളും, ആകാശം ഭൂമിക്കും ഉത്തരമരുളും, ഭൂമി ധാന്യവും വീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-20. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എടുത്തു വെച്ച് വായിച്ച് പഠിക്കണം. ദൈവം സംസാരിക്കുകയാണ് മനുഷ്യനോട്, ദൈവം മനുഷ്യനോട് ഇടപെടുകയാണ്. എന്തിനാണ് ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ ആവശ്യം? എന്താണ് ഇതിൻ്റെ ആവശ്യകത? ദൈവത്തിന് സ്വസ്ഥമായിട്ട് ഇരുന്നാൽ പോരെ? പക്ഷേ തൻ്റെ പൊന്നോമന മക്കൾ രക്തവും മാംസവും ശരീരവും കൂദാശികളും വചനവും സഭയും ഉണ്ടാക്കി ഈ ലോകത്ത് കാണുന്ന കത്തോലിക്ക സഭയിലെ 140-150 കോടി വരുന്ന ജനത്തെ തൻ്റെ സ്വന്തം ജനമായി സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേൽക്കാരെയും കൂടെ തൻ്റെ ഈ കത്തോലിക്ക സഭയാകുന്ന കർത്താവ് നട്ടുവളർത്തിയ സഭയോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരെയും രക്ഷിച്ച് അതോടൊപ്പം സുവിശേഷം കേട്ട് ഈ ലോകത്തുള്ള ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാ ജനകോടികളും വരാനിരിക്കുന്ന അന്ത്യവിധിയിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ള ഒറ്റ കാഴ്ചപ്പാട് മാത്രമേ സർവശക്തനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരേ ഒരു വികാരമായിട്ട് അന്നും ഇന്നും അവശേഷിക്കുന്നുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഈ വിധി എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സാധാരണ വിധിയല്ല. ഈ വിധി കർത്താവ് നടത്തുന്ന അഗ്നി കൊണ്ടാണ്. ആണവ ആയുധത്തിൻ്റെ ആ അപാരമായ ചൂട്, തീയെന്നൊന്നും പറയാനില്ല, അഗ്നി കൊണ്ടാണ്. ആ അപാര ചൂട് അത് 20,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആവാം,
10,000 ഡിഗ്രി അല്ലെങ്കിൽ 1,00,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആവാം. ഈ അണുവായുധം എല്ലാം കൂടി ഏകദേശം 5,000 10,000-ഓളം ആണവ ബോംബുകൾ ഭൂമിയിലുണ്ടെന്ന് നമ്മൾ വാർത്തയിലൊക്കെ കേൾക്കാറുണ്ട്. ഇത് മുഴുവനും പൊട്ടും പ്രിയ സഹോദരങ്ങളെ. ഇത് മുഴുവനും പൊട്ടി അന്ത്യവിധിയുടെ ആ കർത്താവിൻ്റെ വിധിക്ക് മുമ്പ് ഈ ഭൂമിയെ കത്തിച്ച് ചാമ്പലാകും. അതോടൊപ്പം സൂര്യനും ചന്ദ്രനും അപ്രത്യക്ഷമാകും. കാരണം ആണവ സ്ഫോടനത്തിൻ്റെ തീയും ചൂടും ഈ പ്രപഞ്ചത്തെ മുച്ചൂടും നശിപ്പിക്കും. അത് കർത്താവ് പറയുന്നത് സൂര്യൻ അന്ധകാരമായി മാറും, ചന്ദ്രൻ രക്തമയമായി മാറും, ഭൂമി കത്തിച്ചാമ്പലാകും. അപ്പോൾ ബാക്കിയുള്ള പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾക്ക് സൗരയൂഥത്തിന് ഒരു സങ്കേതവും ലഭിക്കാതെ അവയെല്ലാം ദൂരേക്ക് പോയി മറഞ്ഞ് ഒരു സങ്കേതവും ലഭിക്കാതെ എന്നേക്കുമായി ശൂന്യതയിലേക്ക് മാറി അപ്രത്യക്ഷമാകുന്ന പ്രപഞ്ചത്തിൻ്റെ അപ്രത്യക്ഷീകരണം എന്ന സംഭവം ആഗോള യുദ്ധത്തിന് ശേഷം വരുന്ന വലിയ ആണവ സ്ഫോടനത്തിൽ സംഭവിക്കുമ്പോൾ അവിടെ പിന്നെ പ്രപഞ്ചമെന്നോ ഭൂമിയെന്നോ സൗരയൂഥമെന്നോ ഇല്ല. അങ്ങനെയൊന്നും ഇല്ലാതെ വന്നുകൊണ്ട് ഈ ലോകത്തെ ദൈവം വിധിക്കുമ്പോൾ പിന്നെയുള്ള ഒരേ ഒരു സ്ഥലം പാതാളമാണ്. അതാണ് ഈ അഗ്നി തടാകം എന്ന് വെളിപാടിന്റെ പുസ്തകത്തിൽ അഗ്നി തടാകം, അതാണ് പാതാളം. പിന്നീട് ഒന്നാണ് നിത്യജീവന്റെ സ്ഥലമായ സ്വർഗം, സ്വർഗീയ ജീവിതം, ദൈവപിതാവിനോട് അല്ലെങ്കിൽ ത്രിത്വത്തോട് അല്ലെങ്കിൽ നമ്മുടെ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ കൂടെയുള്ള നിത്യജീവന്റെ വാസസ്ഥലം, അതിന് സ്വർഗം എന്ന് നമ്മൾ പേര് പറയും. അങ്ങനെ പ്രപഞ്ചം 2 വസ്തുക്കളായിട്ട്, 2 തലങ്ങളായിട്ട്, 2 സ്ഥലങ്ങളായിട്ട് വിഭജിക്കപ്പെടുന്ന ആ ഭയാനകമായ സംഭവത്തെ മാനുഷിക ബുദ്ധിയിൽ ഗ്രഹിക്കുക പോലും സാധ്യമല്ല. അപ്പോൾ അത്ര വലിയ ഭയാനകമായ ആ വലിയ വിധി നമ്മുടെ മുമ്പിൽ എത്തപ്പെടാൻ ഏതാനും ചില കാലഘട്ടങ്ങളെ ഉള്ളൂ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതാരും പഠിപ്പിക്കുന്നില്ല, അതാർക്കും അതിൻ്റെ ഡേറ്റ് അറിയത്തില്ല, ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഈ യുഗാന്ത്യം എന്ന് പറയുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൻ്റെ അവസാന വചനത്തിൽ സർവശക്തനായ യേശുവിന് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യുഗാന്ത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു തരുമ്പോൾ അതിനെപ്പറ്റി പഠിക്കുവാൻ ഇന്ന് നമ്മൾ ആരും മെനക്കെടുന്നില്ല. ആർക്കും അത് പഠിപ്പിക്കാൻ കഴിയുന്നില്ല, ആർക്കും അതിനെപ്പറ്റി ചിന്തിക്കാൻ സമയമില്ല, ആർക്കും അതിനോട് താല്പര്യമില്ല. പക്ഷേ ഈ വിധി വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് അന്ന് ഞാൻ ആകാശത്തിന് ഉത്തരമരളും, ആകാശം ഭൂമിക്കും ഉത്തരമരളും, ഭൂമി ധാന്യവും വീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും. ആ ധാന്യം എന്ന് പറയുന്നതാണ് എന്താണ് പ്രിയപ്പെട്ടവരെ? തിരുവോസ്തി, ധാന്യം. വീഞ്ഞ് കുർബാന അത് വിവാഹം, കുർബാനയുടെ തിരുത്വം എന്നൊക്കെ അർത്ഥമുണ്ട്. യേശുവിൻ്റെ തിരുശരീരമായി നമ്മൾ വാഴ്ത്തി വീഴിക്കുന്ന തിരുവോസ്തി, അതിനാണ് ധാന്യം എന്ന് പറയുന്നത്. വീഞ്ഞ് നമ്മുടെ തിരുത്വം, എണ്ണ പരിശുദ്ധാത്മാവ്. എണ്ണയ്ക്ക് അഗ്നിയെന്നും തീനാളമെന്നും ഒക്കെ അർത്ഥമുണ്ട്, സ്നേഹമെന്നും ഒക്കെ അർത്ഥമുണ്ട്. അപ്പം സ്നേഹത്തിൻ്റെ ദൃശ്യവസ്തുരൂപമാണ് എണ്ണ. അപ്പം അങ്ങനെ ഇതെല്ലാം സ്വർഗത്തിൽ നിന്ന് തൻ്റെ പൊന്നോമന മക്കള്, തൻ്റെ പൊന്നോമന സഭ വഴിതെറ്റുന്നു, അവിടെ മനുഷ്യൻ്റെ ജ്ഞാനം നഷ്ടപ്പെടുന്നു, വിശുദ്ധിയും വിവേകവും നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ കർത്താവ് തൻ്റെ ദൈവമേ എന്ന് ചിന്തിക്കുന്ന ചില വൈദികരോ അല്ലെങ്കിൽ കുറച്ച് വചനപോഷകരോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളൊക്കെ ഉണ്ടാവും. അതിൽ കർത്താവിന് അവരുടെ ആത്മാവിനെ അറിയാം. അതുകൊണ്ടാണ് കർത്താവ് അത്തരം വ്യക്തിയിൽ കൂടെ കർത്താവ് തൻ്റെ ഈ അടയാളങ്ങൾക്ക്, അതാണ് മാടവന ഇടവകയിൽ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെ ഒരു അവിശ്വാസത്തിനെയും ആവശ്യമില്ല. കാരണം ഇത് കർത്താവ് വചനത്തിൽ കൂടെ പറയുകയാണ്. ഹോസിയ പ്രവചന പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവചനം നിങ്ങൾ എടുത്തു വെച്ച് വായിച്ച് ഈ എൻ്റെ വചനം ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ശരിയോ തെറ്റോ. കാരണം എന്താണ്? മുല്ലപ്പെരിയാർ എന്ന ഭീകര സംഭവം തൊട്ടുമിരിക്കുക. അതിന് മുമ്പ് ഒരു സംഭവം നടന്നു വയനാടിൻ്റെ ഒരു പ്രദേശം. അവിടെയുണ്ടായിരുന്ന മനുഷ്യർ എവിടെയെന്ന് പോലും അറിയത്തില്ലാത്ത മനുഷ്യർ, സ്വന്തക്കാരും ബന്ധുക്കാരും ജന്മം കൊണ്ട് ജനിച്ചു വളർന്ന് വീട് വെച്ച് താമസിച്ച സ്ഥലം പോലും പഞ്ചായത്തോ അല്ലെങ്കിൽ വാർഡോ പോലും എവിടെയാണെന്ന് അറിയത്തില്ലാത്ത വിധം നിത്യശൂന്യതയിലേക്ക് തള്ളി മാറ്റപ്പെട്ടപ്പോൾ ഈ സംഭവത്തെ കർത്താവ് ലോകത്തിന് മുമ്പിൽ പാഠമായി നൽകിക്കൊണ്ട് പറയുകയാണ്, ഇതുപോലെയാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാലും, ഇതുപോലെയാണ് ആഗോള യുദ്ധം തുടങ്ങിയാലും. ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകും, പെട്രോൾ ഡീസൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. 2027 ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ആദ്യം സംഭവിക്കുന്ന ഭയാനമായ സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇതിലേക്ക് ചെന്ന് ചാടാതെ കർത്താവ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന ഇടവകളെ, ഇത്തരം സംഭവം നടക്കുന്ന വ്യക്തികളെ കർത്താവ് ഒരുക്കുകയാണ്. വരും കാലഘട്ടങ്ങളിൽ ഇവരിൽ കൂടെ കർത്താവ് സംസാരിക്കും, ഇവരിൽ കൂടെ സന്ദേശം ലോകത്തിന് തരും. ഇത്തരം സ്ഥലങ്ങളെ
ദൈവം തൻ്റെ പ്രത്യേക നോട്ടമുള്ള സ്ഥലമായി, പ്രത്യേക സംരക്ഷണ കോട്ടയുള്ള സ്ഥലങ്ങളാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് പ്രിയ സഹോദരങ്ങളെ. ഇതിലാഴപ്പെടണം. വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് മനുഷ്യാത്മാവ് രൂപാന്തരപ്പെടണം. വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് സഭ രൂപാന്തരപ്പെടണം. വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് ലോകം മാനസാന്തരപ്പെടണം. അഥവാ ഇന്ന് കാണുന്ന ആധുനിക ലോകത്തിൻ്റെ ചെളിക്കുഴികളിൽ തട്ടി വീണ് ശരീരം മുഴുവനും അശുദ്ധിയും ചൊറിയും ചിരങ്ങും പിടിച്ച് ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യനായി ജീവിക്കാനുള്ളതല്ല നിന്റെ ജീവനും നിന്റെ ശരീരവും നിന്റെ ആത്മാവിനെ ഞാൻ നിനക്ക് തന്നത്. നീ എൻ്റെ മകനാണ്, പൊന്നോമന മകളാണ്. നീ സ്വർഗീയ മഹത്വത്തിലേക്ക് കടന്നു വരേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് ഈ സംവിധാനമെല്ലാം ഒരുക്കി തന്നത്. എന്നാൽ അതെല്ലാം തല്ലുകൂടാനും പണമുണ്ടാക്കാനും സ്വന്തം ഇഷ്ടത്തിന് വളച്ചൊടിക്കാനും സ്വന്തം ജീവിതത്തിന് വേണ്ടി അതൊക്കെ മുടക്കാനുമായിട്ട് നിൽക്കുന്ന സംവിധാനങ്ങൾ കർത്താവ് തകർത്ത് കർത്താവ് അടിച്ചു ഉടച്ച് പൊട്ടിച്ച് കത്തിച്ച് ചാമ്പലാക്കുമെന്നാണ് കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് ആഗോള യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ വെട്ടിയാൽ അതിനകത്ത് ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസൽമാനോ എന്നോ അതിനകത്ത് പ്രായഭേദമില്ല. ആഗോള യുദ്ധം വരുമ്പോൾ ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ അപ്രത്യക്ഷമാകുമ്പോൾ വിശപ്പ് ഹിന്ദുവിനെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ല. എല്ലാവർക്കും വിശപ്പ് ഒരേപോലെയായിരിക്കും. എല്ലാവരുടെയും അടുത്തേക്ക് ആഗോള യുദ്ധത്തിൻ്റെ ഭീകരത വരുന്നത് ഒരേപോലെയായിരിക്കും. എന്നാൽ അവിടെ ഒരു വ്യത്യാസമുള്ളത്, തങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതുമായി കൊള്ളട്ടെ, പക്ഷേ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം, യേശുവെന്ന നാമം, യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവത്തിൻ്റെ നാമം അതിമഹത്തരവും അതിശ്രേഷ്ഠവുമായി മാറുന്നത് ഇത്തരം സ്ഥലങ്ങളെ കർത്താവ് സംരക്ഷിച്ചുകൊണ്ടായിരിക്കും. കാരണം ഏകസത്യദൈവമായ യേശു ക്രിസ്തുവാണ് ഏകസത്യദൈവമായ ദൈവമെന്ന് മനുഷ്യൻ ഗ്രഹിക്കുവാൻ ദൈവം കാൽവരി ക്രൂശിൽ തൻ്റെ സ്വന്തം ശരീരവും രക്തവും ഈ ലോകത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു. ശരീരം അടിച്ച് തകർക്കപ്പെടുമ്പോഴും പിച്ച് ചീന്നപ്പെടുമ്പോഴും കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം, അവസാനത്തുള്ളി രക്തം പോലും ഊറ്റിക്കൊടുത്തുകൊണ്ട് പൊന്നോമന മക്കളോട് പറഞ്ഞു. കർത്താവ് ഈശോ പറഞ്ഞതാണ്, എന്നിൽ വിശ്വസിക്കുക, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരേ ഒരു നാമം, യേശു ക്രിസ്തു എന്ന ഏക സത്യനാമം. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്, നിത്യരക്ഷയുണ്ട്. ഞാൻ നിന്നെ സംരക്ഷിക്കും. വെളിപാട് 3:10 സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തുണ്ടായിരിക്കുന്ന കഷ്ടങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കുന്നു പറഞ്ഞ് നിങ്ങളെ സംരക്ഷിക്കുന്നു കർത്താവ് പറഞ്ഞിട്ടില്ല. ആ നിന്നെ എന്ന സ്ഥാനത്ത് നീ, ഞാൻ, കർത്താവ് പേരിൽ വിളിക്കുകയാണ്. മകനെ, ജോസേ, ബേബി, തങ്കച്ച, ചിന്നമേ, തീയാമേ, അവിടെ ജാതി ഭേദമില്ലാതെ കർത്താവ് നിന്നെ നോക്കി പറയുമ്പോൾ നീ എന്ന വ്യക്തി എത്രമാത്രം കർത്താവിനോട് ചേർന്ന വ്യക്തിയാണ് ആയിരിക്കണമെന്ന് പരിശോധിച്ചോണം പ്രിയപ്പെട്ടവരെ. വെളിപാട് 22:14 വെച്ച് ഒരുങ്ങിക്കോ. ജീവന്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളെ തകർത്തി പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശദീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്കികൾ, അവയവങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഈ ഇന്ദ്രിയങ്ങളെ ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ കണ്ണും കാതും വെച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിൽ നിന്നും തൻ്റെ ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാടവന ഇടവകയിൽ സംഭവിച്ച അത്ഭുതങ്ങളെ ഓർത്ത് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ കിടന്നുറങ്ങുന്ന വ്യക്തിക്ക് കർത്താവ് നിത്യരക്ഷ തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം പരിപൂർണമായിട്ടും ശരിയാവുന്ന സംഭവമാണ് ഈ മാടവന ഇടവകയിൽ കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനൊരുങ്ങുന്ന കാലഘട്ടത്തിൻ്റെ ഭയാനകമായ ഭൂമി കുലുക്കത്തിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഭയാനകമായ യുദ്ധത്തിൻ്റെയും വലിയ ഉരുൾപൊട്ടലുടെയും വലിയ നാശത്തിൻ്റെയും മുമ്പിൽ ലോകം പകച്ചു നിൽക്കുന്ന കാലഘട്ടത്തിലേക്ക് ഇനി പോവുകയാണ്. അവിടെ മനുഷ്യരെ പ്രത്യാശിക്കുവാൻ, മനുഷ്യനെ കയറി പിടിക്കുവാൻ, മനുഷ്യനെ ആശ്രയിക്കുവാൻ, മനുഷ്യനെ വിളിക്കുവാൻ ഒരേ ഒരു നാമമുള്ളൂ. അത് യേശു ക്രിസ്തു എന്ന ഏക സത്യ ദൈവനാമമാണ്. അതുകൊണ്ടാണ് കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് പ്രബോധനം തരികയാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ കർത്താവായ യേശു തിരുവചനത്തിലേക്ക്, ഇന്നത്തെ തിരുവചന ശുശ്രൂഷ, ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ വ്യാഖ്യാനവും അർത്ഥവും ഓസിയ പ്രവചന പുസ്തകം 2-ാം അധ്യായം എൻ്റെ 19 ദിനത്തെ ആസ്പദമാക്കിയായിരുന്നു. ഒന്നുകൂടി ഞാൻ ഊന്നി പറഞ്ഞുകൊണ്ട് മാടവനെ ഇടവുകയും ഈ ലോകത്ത് സമ്പാദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ഒന്നുകൂടി ഓർപ്പിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് പ്രത്യേക രീതിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങാൻ വേണ്ടിയിട്ട്. പരിശുദ്ധി കൊണ്ട് നിറഞ്ഞോ മക്കളെ, അതല്ലാതെ രക്ഷയില്ല. ഈ ആധുനിക ലോകത്തിൻ്റെ ഈ സംവിധാനങ്ങൾ, ഇന്ന് കണ്ണും കാതും മനസ്സും ശരീരവും ആത്മാവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിക്കൽ സംവിധാനങ്ങളെ എല്ലാം നിങ്ങൾ വെറുത്തുപേക്ഷിച്ച് യേശുവിൻ്റെ കൂടെ നിന്നാൽ നിങ്ങൾക്കൊരു രക്ഷയുമുണ്ട്, നിത്യരക്ഷയുമുണ്ട്. അല്ലെങ്കിൽ നാശമുണ്ട്, നിത്യനാശമുണ്ട്. അത് ശ്രദ്ധാപൂർവ്വം ഓർക്കണം. അതിനുവേണ്ടി ഒരിക്കൽ കൂടി നിങ്ങളെ സ്നേഹപൂർവ്വം യേശുവിൻ്റെ തിരുവചനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്
കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാൻ ഇടവരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ സകല പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, തകർച്ചകളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചു കൊണ്ടുപോട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മൾക്ക് ജ്ഞാനവും വിവേകവും തരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ തിരുത്തിൻ്റെ ശക്തിയും കോട്ടയും നമുക്ക് ചുറ്റുമുണ്ടായിരിക്കട്ടെ. അതിനാൽ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.